ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗേറ്റിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം കേട്ടോ. ഇവിടെയാണ് നമ്മൾ തക്കാളി വഴുതനങ്ങയൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിറയെ പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതൊക്കെ ക്ലീൻ ചെയ്യാണ്. പിന്നെ ഞാനവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരമൊക്കെ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതും ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ പഴയ വീടാട്ടോ. ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് വാടകയ്ക്ക് കൊടുക്കണ്ടോന്നൊക്കെ. വാടകയ്ക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് കൊടുക്കുന്നില്ല. ഇത് കുറേ വർഷം പഴക്കമുള്ള വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് കൊടുക്കാത്തത്. പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പക്ഷെ നമ്മളിത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ പൊളിക്കാതെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് കുറേ അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ വീടിന്. ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡ്. നമുക്ക് വീടിൻ്റെ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും അധികം സ്പേസ് ഇല്ല. നമുക്കിങ്ങനെ ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉണ്ട്, സൈഡിലേക്ക് അധികം ഇല്ല. അപ്പോൾ അവിടെ പ്ലാവൊക്കെ ഉണ്ട്. പ്ലാവിന് നിറയെ ഇല വീണിട്ടും ഒക്കെ ഫുൾ അവിടെ അഴുക്കായിട്ട് കിടക്കുക. അപ്പോൾ ചേച്ചി അതൊക്കെ എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, പുറത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അകത്തേക്ക് ക്ലീനിങ്ങിന് പോയത്. രാവിലെ ഒരു 8:30 ആകുമ്പോൾ ചേച്ചി വരും ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5:30 ഒക്കെ വരെ ഉണ്ടായിരിക്കും ക്ലീനിങ്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ സ്കൂൾ പൂട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാൻ അഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ പരിപാടിക്കും എന്നെ സഹായിക്കാൻ അഞ്ചുമാണ് വരാറ്. അഞ്ചു വരാമെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചേട്ടൻ 2 വല്യപ്പന്മാരുണ്ട്. അതിൽ മൂത്ത വല്യപ്പൻ്റെ മോൻ്റെ കുട്ടിയാണ്. അവൾ ഡിഗ്രി കഴിഞ്ഞു, ജോലി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രീ ആണ് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവൾ വരുന്നത്. നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എവിടെ ഉണ്ടാക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തതാണ് സിറ്റ് ഔട്ടിൽ ഉണ്ടാക്കാമെന്ന്. വൈകുന്നേരം നേരമായതുകൊണ്ട് നിറയെ കൊതു ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നിറയെ കൊതുള്ളതുകൊണ്ടാണ് നമ്മൾ ബാറ്റ് പിടിച്ച് നടക്കുന്നത്. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും കൊതുവിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ക്രിസ്മസ് കൂടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിൽ ലൈറ്റൊക്കെ ഇടാനുണ്ട്. അത് നമുക്ക് പിന്നെ ഇടാം. കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇത്രയും നേരത്തെ തന്നെ ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊന്നും ചെയ്യാത്തത്. അങ്ങനെ കൂടും കാര്യങ്ങളൊക്കെ നമ്മുടെ സെറ്റായിട്ടോ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയുടെ മുമ്പ്, നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതാണ് എൻ്റെ അമ്മാമ്മ കേട്ടോ. ഇതാണ് എൻ്റെ മമ്മി. കുറേ പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ എനിക്ക് അനിയനും അനിയത്തിയാണുള്ളത്. 2 പേരും പുറത്താണ്. അപ്പോൾ അനിയൻ നാട്ടിൽ വെക്കേഷന് വേണ്ടി വന്നിട്ടുണ്ട്. അനിയനും വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ അനിയൻ്റെ പേര് നവീൻ, വൈഫിൻ്റെ പേര് എമിലി. 2 പേരും മാൽദീവ്സിലാണ്. 2 പേരും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് 10 ദിവസത്തെ ഹോളിഡേ ഉണ്ട് ക്രിസ്മസിന്. അതൊരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ നമ്മുടെ പോലെയുള്ള ലീവും കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ക്രിസ്മസിന് അവർക്ക് ലീവുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളും നമ്മളെ ഏൽപ്പിക്കുക ചെയ്തത് കണ്ണൻസ്വാമിയുടെ അവിടെ പച്ചക്കറി സദ്യ ആയിരുന്നു. പായസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിള്ളേരൊക്കെ വന്നു, അവരും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിയുടെ വീട്ടിൽ പോയി കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മമ്മിയുടെ വീട്ടിൽ നിൽക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച എൻ്റെ ഫാമിലി ഇതൊക്കെയാണ്. ഇത്ര പേരല്ല, ഇനിയും കുറേ പേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്ര പേര് മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കി എല്ലാവരും പുറത്താണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ക്രിസ്മസ് ആയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി ക്രിസ്മസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.